കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഏരിയ സെക്രട്ടറിയും നഗരസഭാ ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ പ്രതി ചേർത്ത് പോലീസ്. കലാരാജുവിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ചുവെന്നാണ് FIR. ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും CPM പ്രവർത്തകർ പൊതുജന മധ്യത്തിൽ അപമാനിച്ചു എന്നും കലാരാജു 24-നോട് പറഞ്ഞു. നമ്മൾ ഒരുപാട് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത്രയും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി, പിന്നെ ഒരു DYFIയുടെ സഹാവ് വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി കാല് ഡോറിൻ്റെ ഇടയിൽ വെച്ച് അവരെ അടച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാല് എന്നെ ഡോർ. അപ്പോൾ പറഞ്ഞു കാലവിടെ ചെന്നിട്ട് വെട്ടിത്തരാടി എന്ന് പറഞ്ഞു എന്നോട്. ഒരു ചെറിയ ഒരു പയ്യൻ എന്നോട് പറഞ്ഞു. ആ രണ്ടാണുങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. നമ്മൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ 25 വർഷം പാർട്ടിയുടെ കൂടെ നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ഈ ഒരു ഇത്രയും ശാരീരികമായും പൊതുജന മധ്യത്തിൽ ഇത്രയും ഹരാസ് ചെയ്തപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മൂവാറ്റുപുഴ DYSPക്കെതിരെ കോൺഗ്രസ് കോടതിയിലേക്ക് അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ ഹർജി സമർപ്പിക്കുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് കേരള പോലീസിനോട് ആവശ്യപ്പെട്ടത്. അതിലവർ പരാജയപ്പെട്ടത് പൊതുസമൂഹം ഇന്നലെ നേരിൽ ലൈവായും ഒക്കെ കണ്ടതാണ്. ആ കാര്യം ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം ഞങ്ങൾക്ക് സുരക്ഷിതമായി കൗൺസിൽ ഹാളിലെത്തി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അത് വീണ്ടും നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യപ്പെടാനാണ്. പോലീസിന് പറ്റിയ വീഴ്ച, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലീസിന് പറ്റിയ വീഴ്ച അത് ചൂണ്ടിക്കാട്ടി അതിനുള്ള എവിഡൻസ് എല്ലാം, മെറ്റീരിയൽ എവിഡൻസ് എല്ലാം ഉണ്ട്, വീഡിയോ അടക്കമുള്ള ബോധ്യപ്പെടുത്തി ആവശ്യപ്പെടാനാണ് ഇപ്പോൾ ഒരു ആലോചന. കൂത്താട്ടുകുളത്ത് നാളെ UDF നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. പോലീസിന് വീഴ്ച ഉണ്ടായി എന്ന ആരോപണത്തിന് പിന്നാലെ സംഭവത്തിൽ മൂവാറ്റുപുഴ DYSPക്കെതിരെ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശ്രീകാന്ത് കൂത്താട്ടുകുളത്തും. നേരത്തെ ശ്രീകാന്ത് കാണിച്ചു തന്നു, നേരെ ഓപ്പോസിറ്റ് കണ്ണ് അങ്ങോട്ട് നോക്കിയാൽ ജസ്റ്റ് പോലീസ് സ്റ്റേഷൻ കാണിച്ചു തന്നു. ശ്രീകാന്ത്, ഇതിപ്പോൾ ഈ കൗൺസിലർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കുറച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ്. അത് സ്ത്രീത്വത്തെ അപമാനിക്കലടക്കം, അപമാനിതയാക്കാൻ അധിക്ഷേപിക്കാൻ നോക്കിയെന്നടക്കം മറ്റൊരു ഡയമെൻഷൻ പരാതി പോലുമുണ്ട്. ഇതിൻ്റെ നിയമ നടപടി ഏത് വഴിക്കാകും, രാഷ്ട്രീയ വഴി ഏത് വഴിക്കാണ്? ഹഷ്മി, ഇതിന്റെ നിയമ നടപടി എന്നുള്ളതിനെ കുറിച്ച് ആദ്യം പറയാം. ഇതിനോടകം തന്നെ ഈ കലാരാജുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്മേൽ FIR രജിസ്റ്റർ ചെയ്തു. അതിൽ ഈ ഏരിയ സെക്രട്ടറി 1-ാം പ്രതിയാക്കി നിരവധി പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 50 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 45 പേർ കണ്ടാലറിയാവുന്നവരാണ്. 5 പേരുടെ പേര് കലാരാജു തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഇവരുടെ അറസ്റ്റിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ നേതാക്കളിൽ ചിലരെ വിളിക്കുമ്പോൾ ചിലർ ഫോൺ എടുക്കുന്നില്ല, ചിലർ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി മറ്റൊന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്ന നീക്കമാണ്. അതിനുമുമ്പ് ഈ CPM നേതാക്കൾ ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ സമർപ്പിച്ചേക്കും എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. കാരണം തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഗുരുതരമായ വകുപ്പുകളാണ്, ജാമ്യമില്ലാ കുറ്റമാണ്. 164 സ്റ്റേറ്റ്മെന്റ് കൂടി കലാരാജുവിന്റെ രേഖപ്പെടുത്തുന്നതോടുകൂടി CPM നേതാക്കൾ വിചാരിച്ചിടത്ത കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. 2, കോൺഗ്രസിന്റെ നീക്കം, അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കോടതി പ്രൊട്ടക്ഷൻ നൽകിയിട്ടും അത് പോലീസ് വേണ്ട രീതിയിൽ നൽകിയില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും ഒപ്പം തന്നെ അവിശ്വാസ പ്രമേയം വീണ്ടും നടത്തുന്നതിനുള്ള അനുമതി തേടുകയും ചെയ്യും എന്ന് ഇതിനോടകം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാളെ വൈകിട്ട് UDFന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. ഇവർ ഈ കലാരാജുവിനെ തന്നെ ഉൾപ്പെടുത്തി വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് സജീവമാക്കുകയും ചെയ്യുന്നു. അതിനിടെ പോലീസിൽ ഒരു സംഭവം നടക്കുന്നത്, മൂവാറ്റുപുഴ DYSPക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പോലീസ് അംഗീകരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ അന്വേഷണത്തിന് റൂറൽ SP ഉത്തരവിട്ടിട്ടുണ്ട്. അഡീഷണൽ SP N കൃഷ്ണൻ, അതോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP എന്നിവർക്ക് അന്വേഷണ ചുമതല നൽകി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഒപ്പം മൂവാറ്റുപുഴ DYSPക്ക് ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി പകരം അഡീഷണൽ SP N കൃഷ്ണനാണ് ഇപ്പോൾ ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. മുൻപ് ഈ സ്ഥലം ഭരിച്ചിരുന്നത്, കൂത്താട്ടുകുളം നഗരസഭ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു, UDF ആയിരുന്നു. അവരിൽ നിന്നും ഒരാളെ കൂറുമാറ്റിയാണ് LDF പിന്നീട് ഇത് പിടിച്ചെടുത്തത്.
സമാനമായ തന്ത്രം കോൺഗ്രസ് തിരിച്ചു പ്രയോഗിച്ചു. പക്ഷേ പാളിപ്പോയി. അവിശ്വാസ പ്രമേയം ഒരു തവണ കൂടി നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. LDF നേതാക്കൾ തൽക്കാലം ഇതുവരെയും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കിട്ടുന്നില്ല. ഫോണുകൾ ചിലരുടേത് ഓഫാണ്, ചിലര് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. കാരണം അവർക്ക് ഇതിന്റെ ഗ്രാവിറ്റി കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. കൂത്താട്ടുകുളത്ത് ആകെ പ്രശ്നമാണ്. ഈ പറയുന്ന കൗൺസിലർ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു, രഹസ്യമൊഴിയായിട്ട് അത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു വഴിക്ക് ഒരു നടക്കൊന്നും പോവില്ല എന്ന് പറഞ്ഞാൽ അത് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയവാദങ്ങൾക്കൊക്കെ തുടക്കമായി ഇന്നലെ എന്ന് വേണം കരുതാൻ.